ക്ലോസറ്റ്സ് അത് ഫ്ലോർ മൗണ്ടഡ് ആണെങ്കിലും വാൾ മൗണ്ടഡ് ആണെങ്കിലും ബേസിക്കലി ക്ലോസറ്റ്സിൻ്റെ ഫണ്ടമെൻ്റൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ടൈപ്പ് ഓഫ് ഫ്ലഷിംഗ് ആണ്. ടൈപ്പ് ഓഫ് ഫ്ലഷിംഗ് 4 ടൈപ്പേ ഉള്ളൂ ബ്രോഡ്ലി. പിന്നെ ഈ 4 എണ്ണത്തിൻ്റെ മൈക്രോ വേരിയേഷൻസ് ആണ് ബാക്കിയുള്ള ഫ്ലഷിങ്സ്. അപ്പോൾ നമുക്ക് ഈ 4 ഫ്ലഷിംഗ് വ്യക്തമായിട്ട് എന്തുവാന്ന് അറിയാമെങ്കിൽ ഈ 4 എണ്ണം അല്ലെങ്കിൽ ഇതിൻ്റെ ഏതെങ്കിലും വേരിയൻ്റ് ആയിരിക്കും നമ്മൾ കടയിൽ ചെന്ന് വാങ്ങാൻ പോകുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അപ്പം നമുക്ക് ഇതിൻ്റെ ഡിഫറൻസസും നമ്മൾ കൊടുക്കുന്ന പണത്തിന് നമുക്ക് എന്ത് ഫ്ലഷിംഗ് സിസ്റ്റമാണ് കിട്ടുന്നത്, അതിൻ്റെ ഷോർട്ട് ടേം ബെനിഫിറ്റ്സ്, ലോങ് ടേം ബെനിഫിറ്റ്സ്, അല്ലെങ്കിൽ അതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വളരെ എളുപ്പമായിരിക്കും. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിലും പറഞ്ഞു ഈ 3 എപ്പിസോഡ്സ്, അതായത് ട്രാപ്പും റഫിങ്ങും പിന്നെ ഈ 4 ഫ്ലഷിംഗ് സിസ്റ്റം 2 എപ്പിസോഡായിട്ട് കാണിച്ചേക്കുന്നു. ഈ 3 എപ്പിസോഡ് ഡെഫിനറ്റ്ലി നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കണം. ഇൻ കേസ് നിങ്ങളൊരു റെഗുലർ പർച്ചേസർ ആണ്, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത വീട് കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ പ്ലംബിംഗ് സാനിറ്ററി വെയർ പർച്ചേസ് ഉടനെ ഉണ്ടെങ്കിൽ ഇത് 3ഉം മാർക്ക് ചെയ്ത് വെക്കണം. അപ്പോൾ ഇതിന് തൊട്ട് മുമ്പത്തെ എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു ഓപ്പൺ റിം ക്ലോസറ്റും ഹോൾഡ് റിം ക്ലോസറ്റും. ഇതാണ് 4 ബേസിക് ഫ്ലഷിംഗ് സിസ്റ്റമിൽ 2 പ്രൈമറി സിസ്റ്റംസ്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന 4 ടൈപ്പ് ഓഫ് ഫ്ലഷിംഗ് സിസ്റ്റമിൽ 2 അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫ്ലഷിംഗ് സിസ്റ്റംസ് ആണ്. അപ്പം ഈ 2 ഫ്ലഷിംഗ് സിസ്റ്റംസ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് അത് ടെക്നിക്കലി കുറച്ച് കോംപ്ലക്സ് ആണ്. കഴിവിന്റെ പരമാവധി ഞാൻ നല്ല രീതിയിൽ തന്നെ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കാം. അപ്പം ഇതിന് മുമ്പത്തെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ യു ക്യാൻ സെർച്ച് ഫോർ ഇറ്റ്. തംബ്നെയിലിൽ തന്നെ ഓപ്പൺ റിം ആൻഡ് ഹോൾഡ് റിം ക്ലോസറ്റ്സിന്റെ ഇത് പിക്ചർ നിങ്ങൾക്ക് കാണാം. അതല്ലെങ്കിൽ ലിങ്കിൽ താഴെ അതിന്റെ ലിങ്ക് തരാം, അതിന്റെ എപ്പിസോഡ് ഡേറ്റ് തരാം. അപ്പം യു ക്യാൻ ഫൈൻഡ് ദാറ്റ് എപ്പിസോഡ്. അപ്പം ലെറ്റ്സ് ഗോ ഇൻ ടു ദീസ് 2 അഡ്വാൻസ്ഡ് ഫ്ലഷിംഗ് സിസ്റ്റംസ്. അതിന്റെ പേര് ഞാൻ പറയാം. ഒന്ന് ടൊർണാഡോ ഫ്ലഷിംഗ്, ഒന്ന് ഏറ്റവും പോപ്പുലർ നെയിം ഇൻ ദിസ് ഫീൽഡ് സൈഫോണിക് ഫ്ലഷിംഗ്. ലെറ്റ്സ് ഗോ. Welcome to AV Tiles and Sanitary Kollam, the #1 destination in Kollam for the purchase of tiles and quality sanitary ware. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2ാമത്തെ എപ്പിസോഡാണ്. ടൈപ്പ് ഓഫ് ക്ലോസറ്റ്സ് അക്കോർഡിംഗ് ടു ഫ്ലഷിംഗ് സിസ്റ്റംസിന്റെ 2ാമത്തെ പാർട്ടാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആസ് ഐ ടോൾഡ് യു ടൊർണാഡോ ഫ്ലഷിംഗ് ആൻഡ് സൈഫോണിക് ഫ്ലഷിംഗ്. ഇത് നമ്മുടെ ഒരു ക്വിക്ക് റീക്യാപ്പ് ആണ്. ഇതിന് മുമ്പത്തെ എപ്പിസോഡ് കാണാത്തവർക്ക് അത് കാണാതെ ഇത് മനസ്സിലാകാൻ വേണ്ടിയിട്ടുള്ള ക്വിക്ക് റീക്യാപ്പ്. ഈ കാണുന്നത് ഒരു നോർമൽ എസ് ട്രാപ്പ് ക്ലോസറ്റ് ആണ് നമ്മൾ ഈ കാണുന്നത്. ഇതിനകത്ത് ഈ ബ്ലൂ ലൈൻസ്, ബ്ലൂ ആരോസ് നിങ്ങൾ കണ്ടു കാണും. ടാങ്കിൽ നിന്ന് ബേസിനകത്തോട്ട് വെള്ളം വരുന്നു. ഒരു ബ്ലൂ ആരോ ബേസിനിൽ നിന്ന് പൈപ്പിലോട്ട് പോകുന്നു. അതാണ് ബേസിനകത്തു നിന്ന് പുറത്തോട്ട് ഫ്ലഷ് ആയി പോകുന്ന വെള്ളവും വേസ്റ്റും. അപ്പം ഇനി ഇതിന്റെ ഇടയ്ക്ക് ഒരു മൂവ്മെന്റ് ഉണ്ട്. ആ മൂവ്മെന്റ് ആണ് ഈ ഒരു മൂവ്മെന്റ്. അപ്പം ഈ ഒരു മൂവ്മെന്റിൽ എന്തുവാണ് സംഭവിക്കുന്നത്? ഈ മൂവ്മെന്റും ഈ വാട്ടർ അകത്തോട്ട് വരുന്നതും പുറത്തോട്ട് പോകുന്നതും ഉള്ള കോമ്പിനേഷൻസ് ആണ് ക്ലോസറ്റ്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഓൾറെഡി ഓപ്പൺ റിമും ഹോൾഡ് റിമും കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തു. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ടൊർണാഡോ ഫ്ലഷിങ്ങും സൈഫോണിക് ഫ്ലഷിങ്ങും ആണ്. അപ്പം അതിനു മുമ്പ് ഒരു റീക്യാപ്പും കൂടെ വേണം. ഇൻലെറ്റും ഔട്ട്ലെറ്റും നമുക്കറിയാം. പക്ഷേ ഈ ബേസിനകത്ത് വെള്ളത്തിന്റെ മൂവ്മെന്റിന് 2 പാർട്ടുണ്ട്. ആ 2 പാർട്ടാണ് ത്രസ്റ്റ് പാർട്ടും സപ്പോർട്ട് പാർട്ടും. അതായത് ബേസിനകത്ത് വരുന്ന വെള്ളം മൊത്തത്തിൽ ഒരേ പ്രഷറിൽ വരാം, അല്ലെങ്കിൽ ഒട്ടും പ്രഷർ ഇല്ലാതെ വരാം, അല്ലെങ്കിൽ പ്രഷറിന്റെയും പ്രഷർ ഇല്ലായ്മയുടെയും ഒരു അനുപാതത്തിൽ വരാം. ഈ അനുപാതം മാറുന്ന രീതിയിൽ ക്ലോസറ്റിന്റെ ഫംഗ്ഷനിങ് അല്ലെങ്കിൽ ഫ്ലഷിംഗിന്റെ ഫംഗ്ഷനിങ് മാറും. അപ്പൊ ത്രസ്റ്റ് പാർട്ട് നമുക്ക് വേർഡ് കേൾക്കുമ്പോഴേ അറിയാം. ഫോഴ്സിൽ വരുന്ന വെള്ളമാണ് ത്രസ്റ്റ് പാർട്ട്. അതായത് മൊത്തത്തിൽ ഫോഴ്സിൽ വരുന്നതാണ് ഓപ്പൺ റിം ക്ലോസറ്റ്. ടോട്ടലി സൈലന്റ് ആയിട്ട് വരുന്നതാണ് ടൊർണാഡോ ഫ്ലഷിംഗ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. എന്നിട്ട് ഇതിന്റെ ഇടയ്ക്ക് ത്രസ്റ്റും സപ്പോർട്ടും 50-50 ആയിട്ട് വരുന്നതാണ് ഹോൾഡ് റിമും സൈഫോണിക് ക്ലോസറ്റും. അപ്പം നമ്മൾ ഫണ്ടമെന്റലി മനസ്സിലാക്കേണ്ട ഇതാണ്, ഒരു ക്ലോസറ്റിനകത്ത് വെള്ളം വരുന്നതിനകത്ത് മോസ്റ്റ്ലി ഒരു 90% നമ്മൾ കാണുന്ന ക്ലോസറ്റ്സിനകത്തും ഒരു ത്രസ്റ്റ് പാർട്ട് കാണും, ഒരു സപ്പോർട്ട് പാർട്ട് കാണും. ത്രസ്റ്റ് പാർട്ടിൽ നിന്ന് വരുന്ന വെള്ളം മോസ്റ്റ്ലി ഈ സ്ട്രെയിറ്റ് ആരോസ് പോലെ ഡയറക്റ്റ് ആയിട്ട് എവിടെയെങ്കിലും ഒരു ബേസിനിൽ വന്ന് ഹിറ്റ് ചെയ്യും. സപ്പോർട്ട് വരുന്ന വെള്ളം ഈ ആരോസ് കാണുന്ന പോലെ ചെറിയൊരു ആംഗിളിലായിരിക്കും ആ വെള്ളം മൂവ് ചെയ്യുന്നത്. വെള്ളം വീഴുന്ന സ്ട്രെയിറ്റ് ആയിരിക്കും ബേസിനിൽ വരുന്നത്. പക്ഷെ ബേസിൻ ഇറ്റ്സെൽഫ് ഒരു കൊണ്ടോറിൽ നിൽക്കുന്നുണ്ട്, ഒരു വളഞ്ഞിങ്ങനെ നിൽക്കുന്നുണ്ട്. ആ വെള്ളം ഓട്ടോമാറ്റിക്കലി അതിനകത്തിരുന്ന് swirl ചെയ്യും. സോ നമ്മൾ മനസ്സിലാക്കേണ്ട ഇതാണ് ഇൻലെറ്റ്, ഔട്ട്ലെറ്റ് ആൻഡ് ഇൻസൈഡ് ദി ബേസിൻ മൂവ്മെന്റിനകത്ത് ത്രസ്റ്റ് പാർട്ട് ആൻഡ് സപ്പോർട്ട് പാർട്ട്. ഇത്രയും കാര്യം ഏതൊരു കടയിൽ പോയി ക്ലോസറ്റ് വാങ്ങിക്കാൻ പോകുമ്പോഴും സെയിൽസ്മാൻ്റെ അടുത്ത് വ്യക്തമായിട്ട് ചോദിക്കണം. ഈ ക്ലോസറ്റിന്റെ ഫ്ലഷിംഗിനകത്ത് ത്രസ്റ്റ് എവിടെയാണ്, സപ്പോർട്ട് എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് ഇത് മറ്റൊരു ക്ലോസറ്റിനെക്കാട്ടിലും ബെറ്റർ, അല്ലെങ്കിൽ എങ്ങനെയാണ് ഡിഫറെന്റ്. ഈ എക്സ്പ്ലനേഷൻ അവർക്ക് തരാൻ പറ്റുന്നില്ലെങ്കിൽ അവർക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയത്തില്ല. ബെറ്റർ യു ഗോ ടു ദ നെക്സ്റ്റ് ഷോപ്പ് വേർ എ സെയിൽസ്മാൻ ക്യാൻ എക്സ്പ്ലെയിൻ യു ദിസ്.
അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഫസ്റ്റ് നമ്മൾ ഇതിനകത്ത് വളരെയധികം നമ്മൾ കേൾക്കാത്ത ഒരു ക്ലോസറ്റിനെ കുറിച്ച് ആദ്യം സംസാരിക്കാം. അതാണ് ടൊർണാഡോ ഫ്ലഷിംഗ്. ടൊർണാഡോ ഫ്ലഷിംഗിനകത്ത് നമ്മൾ ആദ്യത്തെ എപ്പിസോഡിലും കേട്ട് ഇപ്രാവശ്യം ഈ എപ്പിസോഡിൽ അതിന്റെ റീക്യാപ്പിലും കേട്ട് ത്രസ്റ്റിന്റെയും സപ്പോർട്ടിന്റെയും അനുപാതം. ഈ അനുപാതത്തിൽ ത്രസ്റ്റ് 0 ആവാം, സപ്പോർട്ട് 0 ആകാം, അല്ലെങ്കിൽ ത്രസ്റ്റും സപ്പോർട്ടും 50-50 ആകാം, അല്ലെങ്കിൽ ഇതിന്റെ ഏത് അനുപാതം വേണമെങ്കിലും മാനുഫാക്ചറേഴ്സിന് തീരുമാനിക്കാം. അപ്പം ഈ ടൊർണാഡോ ഫ്ലഷിംഗിനകത്ത് ആക്ച്വലി ത്രസ്റ്റ് പാർട്ട് കാണില്ല. സോ ഏറ്റവും കൂടുതൽ ത്രസ്റ്റ് പാർട്ട് 100%, സപ്പോർട്ട് 0 ഉള്ളതാണ് ഓപ്പൺ റിം ക്ലോസറ്റ്സ്. പക്ഷേ അതിന്റെ നേരെ ഓപ്പോസിറ്റ്, ത്രസ്റ്റ് പാർട്ട് 0 ആണ്, സപ്പോർട്ട് പാർട്ടാണ് ഫുള്ളും നിൽക്കുന്നത്. അങ്ങനത്തെ ഒരു ക്ലോസറ്റ് ആണ് നമ്മുടെ ടൊർണാഡോ ഫ്ലഷിംഗ്. ഇപ്പോൾ ടൊർണാഡോ ഫ്ലഷിംഗിന്റെ ക്ലോസറ്റിന്റെ ടോപ്പ് വ്യൂ ആണ്. നമ്മൾ സീറ്റ് കവർ മാറ്റുമ്പോൾ നമ്മൾ താഴോട്ട് കാണുന്ന ഒരു വ്യൂ ആണ് ഇപ്പം ഞാൻ വരച്ചേക്കുന്നത്. എൻ്റെ വരപ്പ് അത്രയും ശരിയായില്ല, ക്ഷമിക്കണം. അടുത്ത സൈഫോണിക്കിന്റെ സ്കിമാറ്റിക്സ് അതിനെക്കാട്ടിലും മോശമാണ്. പക്ഷേ ഐ ഹോപ്പ് ദി ടെക്നോളജി വിൽ ഗോ ത്രൂ. അപ്പം ഈ ക്ലോസറ്റിനകത്ത് എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമുക്കറിയാം ഒരു ചെറിയ കല്ല് നമ്മൾ ചെറിയ ദൂരത്ത് നിന്ന് നമ്മൾ എറിഞ്ഞാൽ അതുകൊണ്ട് ആർക്കും ഒരു ദോഷം ഉണ്ടാവില്ല. പക്ഷേ ഇതേ ചെറിയൊരു കല്ല് ഒരു 3 നില അല്ലെ 4 നില ഹൈറ്റിൽ നിന്ന് ഒരാളുടെ തലയിലോട്ട് വീണ അത് സീരിയസ് ആയിട്ടുള്ള ഇഞ്ചറി ഉണ്ടാകും. അപ്പം എക്സാക്ട്ലി ആ പ്രിൻസിപ്പിൾ ആണ് ഇവിടെ ടൊർണാഡോ ഫ്ലഷിംഗ് യൂസ് ചെയ്യുന്നത്. സോ ഹോൾഡ് റിമിനകത്ത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അതിന്റെ അകത്തെ വീഡിയോസ് നമ്മൾ കണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കണ്ടു ഹോൾ നേരെയാണ് ഇരിക്കുന്നത്. അതായത് ഈ ഹോളിൽ നിന്ന് വെള്ളം വന്ന ആ വെള്ളം നേരെ ബേസിനകത്തോട്ട് 90 ഡിഗ്രി, അതായത് നേരെ സ്കെയിൽ വെച്ച് എങ്ങനെ ഇരിക്കും അതുപോലെ ആയിരിക്കും ഈ വെള്ളം വീഴുന്നത്. പക്ഷേ ടൊർണാഡോ ഫ്ലഷിംഗിനകത്ത് ഹോളിന്റെ ഔട്ട്ലെറ്റ് കൊടുത്തേക്കുന്ന ഈ ഒരു രീതിയിലാണ്. അപ്പം ഇത് റിം ഇതാണെങ്കിൽ ഇപ്പം ഞാൻ അതിനകത്ത് ഒരു റിം കൂടെ വരയ്ക്കണം. ഞാൻ അതും കൂടെ ഒന്ന് വരച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഔട്ടർ റിം വരച്ചു. ഇനി എല്ലാ ക്ലോസറ്റിനും ഒരു വാട്ടർ മൂവ്മെന്റ് റിം ഉണ്ട്, നമുക്കറിയാം. ഇപ്പോൾ ടൊർണാഡോ ഫ്ലഷിംഗിന്റെ വാട്ടർ മൂവ്മെന്റ് റിം ആണ് ഞാനിപ്പം വരച്ചത്. ഇപ്പോൾ ടൊർണാഡോ ഫ്ലഷിംഗിന്റെ വാട്ടർ മൂവ്മെന്റ് റിമിനകത്ത് ഇതുപോലെ ഇരിക്കും ഹോൾസ്. അപ്പം ഇതാണ്. അപ്പം ഇതിൻ്റെ ഔട്ടർ പാർട്ടാണ്. അപ്പം ഇൻസൈഡ് ഈ ഹോള് ഇവിടെ വരും, അതേപോലെ ഈ ഇവിടെ വരും, അതേപോലെ ഇതെല്ലാം ഒരേ ദിശയിലോട്ടായിരിക്കും മൂവ് ചെയ്യുന്നത്, അല്ലാതെ ദിശ അതിന് മാറത്തില്ല. അപ്പം ഈ ഡയഗ്രാം വളരെ സെൽഫ് എക്സ്പ്ലനേറ്ററിയാ. ഞാൻ ഇതിനകത്ത് കൂടുതൽ ഒന്നും പറയണ്ട. നമ്മൾ വാട്ടർ ഫ്ലഷ് ചെയ്യുമ്പം ഈ വാട്ടർ മൂവ്മെന്റ് റിമിനകത്തോട്ട് വെള്ളം വന്നു കഴിഞ്ഞാൽ അത് ഏത് രീതിയിൽ ഇതിനകത്ത് വെള്ളം മൂവ് ചെയ്യും എന്ന് ഞാൻ പറഞ്ഞു തരണ്ട, നിങ്ങൾക്ക് തന്നെ അറിയാം. ഇത് അതിനകത്ത് ഒരു ചുഴലി ഉണ്ടാക്കും. അപ്പോൾ ചുഴലി ഉണ്ടാക്കുമ്പോൾ ഇതിനകത്ത് വരുന്ന വാട്ടർ മൂവ്മെന്റ് ഇതേപോലെ വന്നിട്ട് ഇത് ഫൈനൽ എക്സിറ്റിനകത്തോട്ട് അങ്ങ് പോകും. വെള്ളം വരുന്ന അനുസരിച്ച് ചുഴലിയുടെ സ്പീഡ് കൂടും. സ്പീഡ് കൂടുന്ന അനുസരിച്ച് ആ സ്പീഡാണ് ക്ലോസറ്റിനകത്തെ വേസ്റ്റ് എല്ലാം ആ ക്ലോസറ്റിന്റെ ബോഡിയിൽ നിന്ന് ഇളക്കി അതിനെ മൂവ് ചെയ്ത് ഫ്ലഷിംഗ് പോയിന്റിലോട്ട് കൊണ്ടുവന്ന് ഇതിനെ മൊത്തത്തിൽ ഫ്ലഷ് ചെയ്ത് കളയുന്നത്. ഫ്ലഷ് ചെയ്ത് കളയുമ്പോഴും വെള്ളത്തിന്റെ കണ്ടെയ്നറിനകത്ത് ഇനഫ് വെള്ളം കാണും. ഈ പോയി കഴിഞ്ഞിട്ട് ഫ്രഷ് വാട്ടർ വീണ്ടും വന്ന് നിൽക്കാൻ വേണ്ടിയിട്ട്. സോ വളരെ സിമ്പിൾ ആണ്. ഓപ്പൺ റിം ക്ലോസറ്റ്സ് ബൈ ഫാർ ഹൈജീനിക്കലി ഏറ്റവും നല്ല ക്ലോസറ്റ്സ് ആണ്. വാഷ് ഡൗൺ ടോയ്ലറ്റ്സിന്റെ കാറ്റഗറിയിൽ വരുന്നതാണ്. സോ വിച്ച് മീൻസ് കോംപ്ലക്സ് ടെക്നോളജി ഒന്നുമില്ല. പക്ഷേ ഈ ഒരു വാട്ടർ മൂവ്മെന്റ് സിസ്റ്റം വളരെ എക്സ്പെൻസീവ് ആണ് പ്രൊഡ്യൂസ് ചെയ്യാൻ. അതുകൊണ്ട് ഈ ക്ലോസറ്റ്സ് ജനറലി എക്സ്പെൻസീവ് ആണ്. പക്ഷേ ഇപ്പം വിപണി കൂടിയ അനുസരിച്ച് സിംഗിൾ പീസ് ക്ലോസറ്റിനകത്തും നമുക്ക് ഓപ്പൺ റിം വരുന്നുണ്ട്. ക്രമേണ ഇതിന്റെ പ്രൈസും കുറഞ്ഞു വരുന്നുണ്ട്. അപ്പം നമുക്ക് ഏത് ക്ലോസറ്റ് ചൂസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞാൻ പറയാം ഓപ്പൺ റിം ക്ലോസറ്റ്സ് യൂസ് ചെയ്യണം. കാരണം അതിന്റെ ഒരു റീസൺ വേറെയും കൂടെ ഉണ്ട്. ഇതിനകത്ത് എങ്ങും ഒരു ക്രെവിസ് ഇല്ല, അതായത് താഴോട്ട് ഒളിഞ്ഞിരിക്കുന്ന ഒരു ഭാഗവും ഈ ക്ലോസറ്റിനകത്ത് കാണത്തില്ല. ഈ ക്ലോസറ്റിന്റെ 100% സർഫേസ് നമുക്ക് വിസിബിൾ സർഫേസ് ആണ്. അതായത് കണ്ണുകൊണ്ട് കാണുന്ന സ്ഥലങ്ങളെ അതിനകത്തുള്ളൂ. അല്ലാതെ ഓപ്പൺ റിം പോലെ നമ്മുടെ വിരൽ കയറി പോകുന്ന സ്പേസോ അല്ലെ ഹോൾ റിം പോലെ ഹോളിനകത്തൂടെ കോക്രോച്ചസിനോ അല്ലെങ്കിൽ അതുപോലത്തെ ജീവികൾക്ക് കയറിയിരിക്കാൻ സ്ഥലമില്ല. അതേപോലെ ഇതിലേക്ക് നമ്മൾ വന്നിട്ടില്ല. സൈഫോണിക് ഫ്ലഷിംഗിനകത്തും റിം ഉണ്ട്, അണ്ടർ റിം പാർട്സ് ഉണ്ട്. പക്ഷേ ടൊർണാഡോ ഫ്ലഷിംഗിനകത്ത് റിമ്മേ കാണത്തില്ല, പക്ക ഓപ്പൺ ബേസിൻ ആയിരിക്കും. പക്ഷേ എല്ലാ ടെക്നോളജിയും പോലെ ഇതിനും ഒരു ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. ആ ഡിസഡ്വാൻറ്റേജ് എന്തുവാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിനകത്ത് ടാങ്കിൽ നല്ല വെള്ളം വരുന്നത് ചിലപ്പം ഡയറക്റ്റ് ലൈനിൽ നിന്ന് ഫ്ലഷ് വാൽവ് വെച്ചാണ് നമ്മൾ ഇതിന്റെ ഫ്ലഷിങ്ങിന് വെള്ളം എടുക്കുന്നതെങ്കിൽ, ഇനി സപ്പോസ് നമ്മൾ ഒരു 10 നില സമുച്ചയത്തിലാണ് നമ്മൾ താമസിക്കുന്നത്, 5ാം നിലയിലാണ് നമ്മുടെ ഫ്ലാറ്റ് എങ്കിൽ നമ്മുടെ മേളിലോട്ട് 6 ബാർ പ്രഷർ ഉണ്ട്. 6 ബാർ പ്രഷർ എന്ന് പറയുമ്പം ഫ്ലഷ് അങ്ങോട്ട് ഞെക്കുന്നുണ്ടെ വരുന്ന വെള്ളത്തിന്റെ പ്രഷർ ഈ ക്ലോസറ്റിന് താങ്ങാവുന്നതിനെക്കാട്ടിലും കൂടുതൽ പ്രഷർ ആയിരിക്കും. എന്ന് വെച്ചാൽ ഈ ചുഴലി ഇതിന്റെ ഡയമെൻഷൻ വെച്ച് നോക്കും, അല്ലെങ്കിൽ ഇതിന്റെ കോണ്ടൂർ വെച്ച് നോക്കുമ്പം ഫ്ലൂയിഡ് ഡൈനാമിക്സ് അപ്ലൈ ചെയ്യുമ്പം ഇത് താഴോട്ട് പോകാനുള്ള ഒരു ടെൻഡൻസി വരണമെങ്കിൽ അതിനൊരു മാക്സിമം പ്രഷർ ക്യാപ്പ് ഉണ്ട്. ആ പ്രഷറിനെക്കാട്ടിലും കൂടുതൽ പ്രഷർ വരുമ്പോൾ ഇത് താഴോട്ട് പോകാതെ അവിടെ തന്നെ നിന്ന് കറങ്ങി ചിലപ്പം മേളിലോട്ടും കൂടെ അടിക്കാൻ സാധ്യതയുണ്ട്. അപ്പം ഫ്ലഷ് വാൽവ് വെച്ച് ഇത് ഓപ്പറേറ്റ് ചെയ്യാനാണെങ്കിൽ പ്രഷർ നോക്കിയിട്ട് ആ ലൈനിൽ എത്ര പ്രഷർ വരും അല്ല വരാൻ സാധ്യതയുണ്ടെന്ന് അറിഞ്ഞിട്ടേ ഓപ്പൺ റിംസ് മേടിക്കാം. ബട്ട് അതർവൈസ് ടാങ്കിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്ന സിസ്റ്റം ആണെങ്കിൽ ഓപ്പൺ റിംസ് മോർ ഓർ ലെസ് സേഫ് ആണ്. അപ്പോൾ നമുക്കിനി ഈ ഓപ്പൺ റിമിന്റെ ഫിസിക്കൽ ഒരു യൂണിറ്റ് കണ്ടു നോക്കാം.
ഇത് എൻ്റെ അടുത്തിരിക്കുന്ന ഈ ക്ലോസറ്റ് അമേരിക്കൻ സ്റ്റാൻഡേർഡിൻ്റെ ടോപ്പ് ഓഫ് ദി ലൈൻ കാസ്റ്റലോ എന്ന് പറയുന്ന ഒരു മോഡലാണ്. കാസ്റ്റലോയുടെ പുതിയ ഐട്രേഷൻ ആണ്. ഈ മോഡൽ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അറിയാം, ഫുൾ ബോക്സ് ടൈപ്പ് ആണ്. ഇതിനകത്ത് എങ്ങും ഒരു ഹിഡൻ പാർട്സ് ഇല്ല. ഔട്ട്സൈഡ് പക്ക സൊഫിസ്റ്റിക്കേറ്റഡ് പാർട്ടാണ്. സെക്കൻഡ്, ഇതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഇത് നോർമൽ നമുക്ക് അലൻ കീയിൽ വെക്കാതെ നോർമൽ റാക്ക് ബോൾട്ടിനകത്ത് ഇത് വെക്കാൻ പറ്റും. പക്ഷേ ആ റാക്ക് ബോൾട്ടിന്റെ കേവ് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു പ്ലാസ്റ്റിക്കിന്റെ അടപ്പുണ്ട്. സോ വിച്ച് മീൻസ് ദൂരെ നിന്ന് നോക്കുമ്പോൾ ഇത് പക്ക ഒരു ബോക്സ് ഷേപ്പ് ആണ്. പക്ഷേ ഇതിന്റെ ഔട്ടർ ആണ് ബോക്സ് ഷേപ്പ്. ഇഷ്ടം പോലെ ക്ലോസറ്റ്സ് വേറെ ഉണ്ട്. ഇതിന്റെ സീറ്റ് കവർ എക്സെപ്ഷണൽ ആണ്. പക്ഷെ നമുക്ക് അതൊക്കെ വേറൊരു ദിവസം സംസാരിക്കാം. ഇന്ന് നമ്മുടെ ഫോക്കസ് ഇതിന്റെ ഫ്ലഷിംഗ് ആണ്. അപ്പം അടുത്ത് വന്ന് നോക്കുമ്പോൾ ഞാൻ ഇതിന്റെ ഫ്ലഷിംഗിന്റെ അല്ലെങ്കിൽ ഇതിന്റെ ആ പാന്റെ ഭംഗി അല്ലെങ്കിൽ അതിന്റെ ആ ഒരു ഫ്ലൂയിഡ് ഡൈനാമിക്സ് അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിന്റെ കോണ്ടൂർ ഏറ്റവും നല്ല ഫ്ലഷിങ്ങിന് വേണ്ടിയിട്ട് ചെയ്തേക്കുന്നതെന്ന് കാണിക്കാം. അപ്പോൾ ഇവിടെ ഇപ്പോൾ എൻ്റെ കൈ ഓടുന്ന എല്ലാം ഓപ്പൺ സർഫേസ് ആണ്. നിങ്ങൾക്കറിയാം, എങ്ങും ഇവിടെ ഒരു ഹിഡൻ പാർട്ട് ഇല്ല. വിച്ച് മീൻസ് ടോയ്ലറ്റ് ക്ലീൻ ആണോ, ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ക്ലീൻ ആണ്, അതിനകത്ത് ഒരു സംശയവും വരത്തില്ല. ആബ്സല്യൂട്ട്ലി ക്ലീൻ ആണ്. പിന്നെ ഞാൻ നേരത്തെ വരച്ച് കാണിച്ച പോലെ ഒരു 12 ഹോൾസ് ഇതിനകത്ത് ഇല്ല. 12 ഹോൾസ് അല്ലെങ്കിലും വരാറില്ല. 6 or 8 ഹോൾസ് മാക്സിമം സിംഗിൾ പീസിനകത്ത് വരുന്നത്. അപ്പം അത് ക്ലോസറ്റിന്റെ ക്വാളിറ്റി അല്ലെങ്കിൽ അതിന്റെ വില കുറഞ്ഞ് വരുന്ന അനുസരിച്ച് നമ്പർ ഓഫ് ഹോൾസ് കൂടും. അതാണ് അതിന്റെ ഒരു രീതി. പക്ഷേ ഇത് ഏറ്റവും സൂപ്പർ പ്രീമിയം ക്ലോസറ്റ് ആയതുകൊണ്ട് മാർക്കറ്റിൽ ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള ഓപ്പൺ റിമിന്റെ ഏറ്റവും നല്ല വേരിയേഷൻസിൽ ഒന്നാണ് അമേരിക്കൻ സ്റ്റാൻഡേർഡിന്റെ കാസ്റ്റലോ. 2 ഹോളേ ഉള്ളൂ. ഇവിടെ ഒരു ഹോളുണ്ട്, ഇവിടെ ഒരു ഹോളുണ്ട്. ഈ 2 ഹോളിൽ നിന്നാണ് ഈ വെള്ളം ഈ പാനിനകത്ത് മൂവ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ നോർമലി കാണുന്ന പാനിനെ കാട്ടിലും ഒരുപാട് കുഴിഞ്ഞ ഒരു പാനാണിത്. അപ്പോൾ നമുക്ക് വിഷ്വൽസ് കാണുമ്പോൾ അറിയാൻ പറ്റും. ഈ 2 പോയിന്റിൽ നിന്ന് വരുന്ന വെള്ളം ഒരു ചുഴലി ഉണ്ടാക്കി അതിന്റെ ഫോഴ്സ് ക്രമേണ അതിന്റെ ഫോഴ്സ് കൂടി 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 അത് സപ്പോർട്ട് ലെവലിൽ നിന്ന് വരുന്ന വെള്ളം ഒരു ത്രസ്റ്റ് ലെവലിലോട്ട് ഒരു ഒച്ച ഉണ്ടാക്കാതെ ചെന്നിട്ട് മൊത്തം ക്ലീൻ ഫ്ലഷിംഗ് ചെയ്യും. ഇതാണ് ഈ ഫ്ലഷിംഗ് ടെക്നോളജിയുടെ ബ്യൂട്ടി. എസ്പെഷ്യലി ഈ ഫ്ലഷിംഗ് കാസ്റ്റലോയിൽ കാണാൻ ഒരു ടെക്നോളജിക്കൽ മാർവൽ ആണ്. അപ്പം ഷോറൂമിൽ വന്നാൽ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽ ഈ സംഭവം അറിയാൻ പറ്റും. എനിവേ, ഇതിൽ നിന്ന് ടൊർണാഡോ ഫ്ലഷിംഗ് എങ്ങനെയാണ് വർക്ക്ഔട്ട് ആവുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാമെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ്സിൽ മെൻഷൻ ചെയ്യാം. ഞങ്ങൾ വീണ്ടും ഒരു വീഡിയോ കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിനകത്ത് ഉണ്ടാക്കാം. അപ്പോൾ ഇനി നമുക്ക് പോകാം ക്ലോസറ്റ് ലോകത്തെ ഏറ്റവും അത്ഭുതകരമായ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ചലനം ഉണ്ടാക്കിയ ഒരു ടെക്നോളജി. ഇന്നും ആൾക്കാർ വളരെ പോളറൈസ്ഡ് വ്യൂ ആണ് ആ ടെക്നോളജിയെക്കുറിച്ച്. ചിലർക്ക് അത് ഒരുപാട് ഇഷ്ടമാണ്, ചിലർക്ക് അത് ഒട്ടും ഇഷ്ടമല്ല. അപ്പം ആ ടെക്നോളജിയാണ് സൈഫോണിക് ഫ്ലഷിംഗ്. അപ്പോൾ ലെറ്റ്സ് ഫൈൻഡ് ഔട്ട് ഈ സൈഫോണിക് ഫ്ലഷിംഗ് എങ്ങനെയാണ് വർക്ക് ആവുന്നത്, അതിൻ്റെ ഒരു ക്ലോസറ്റ് എന്ന് നമുക്ക് നോക്കാം. അപ്പം നമ്മുടെ ക്ലാസിക് ക്ലോസറ്റിനകത്തുള്ള ബേസിനകത്ത് വാട്ടർ മൂവ്മെന്റ്, അതിന്റെ 2 പാർട്ട് ത്രസ്റ്റും സപ്പോർട്ടും, ഇത് രണ്ടും 50-50 ഉപയോഗിച്ചാണ് നമ്മുടെ സൈഫോണിക് ഫ്ലഷിംഗ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ സൈഫോണിക് ഫ്ലഷിംഗിനകത്ത് നമ്മൾ ഒരു ഹിഡൻ ഹിന്റ് ഉണ്ട് നമുക്ക്, അതാണ് സൈഫണിങ്. അപ്പം സൈഫണിങ് എന്തുവാന്ന് വെച്ചാൽ നമുക്കറിയാം, ഒരു 18 വയസ്സ് അല്ലെങ്കിൽ ഒരു 18 വയസ്സ് ഉള്ള ഒരു വ്യക്തിയും ഇന്ന് ലോകത്ത് ജീവിച്ചിരിപ്പില്ല അറ്റ്ലീസ്റ്റ് ഒരു പ്രാവശ്യമെങ്കിലും സൈഫണിങ് ചെയ്യാത്ത. അപ്പോൾ ഈ സൈഫണിങ് എന്താണെന്ന് ചോദിച്ചാൽ, പെട്രോൾ മേടിച്ച് അല്ല വണ്ടിയിൽ പെട്രോൾ തീർന്ന് ഒരു ക്യാനിനകത്ത് പെട്രോൾ മേടിച്ച് അതിനകത്തോട്ട് ഒരു പൈപ്പ് കയറ്റി മറ്റേ അറ്റം അതിൽ നിന്ന് വലിച്ച് പെട്രോൾ എടുത്ത് വായിൽ പെട്രോൾ വരുമ്പം മാറ്റി ടാങ്കിനകത്തോട്ട് വെക്കുമ്പം ഈ ടാങ്ക് നമ്മൾ ഇച്ചിരി ഹൈറ്റിൽ വെക്കും. ബൈക്കിന്റെ ടാങ്ക് കുറച്ച് താഴത്തെ ലെവലിലായിരിക്കും. ഇതിനകത്തെ മുഴുവൻ പെട്രോളും തീരുന്നിടം വരെ ഈ വെള്ളം വിതൗട്ട് എനി മോട്ടർ, വിതൗട്ട് എനി എക്സ്റ്റേണൽ സപ്പോർട്ട്, വിതൗട്ട് എനി മെക്കാനിക്കൽ സ്റ്റിമുലേഷൻ ഈ ഫുൾ വെള്ളം ഇതിനകത്തോട്ട് പോകും. നമ്മൾ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല അതെങ്ങനെ സംഭവിക്കുന്നു. അല്ല, ഇത് ചെയ്യുന്ന എല്ലാവരും ചെയ്തിട്ടുണ്ട്. അറ്റ്ലീസ്റ്റ് ആണുങ്ങൾ 18 വയസ്സിന് ആവുമ്പോഴത്തേക്ക് അറ്റ്ലീസ്റ്റ് ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഈ സംഭവം ചെയ്തിട്ടുണ്ട്. പക്ഷെ എത്ര പേര് ഇത് ഇരുന്ന് ആലോചിച്ചിട്ടുണ്ട്, ഇത് എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്, വെള്ളത്തിന് എങ്ങനെ അറിയാം ഇവിടുന്ന് അങ്ങോട്ട് പോകണമെന്ന്, അത് എങ്ങനെയാണ് ഒരു സ്റ്റിമുലേഷനും ഇല്ലാതെ ഒരു പമ്പിങ്ങും ഇല്ലാതെ ഒരു മെക്കാനിക്കൽ മൂവ്മെന്റും ഇല്ലാതെ എങ്ങനെയാണ് ജസ്റ്റ് വലിച്ചു കൊടുത്തതിന്റെ പേരിൽ ഈ വെള്ളം തീരുന്നിടം വരെ അല്ലെങ്കിൽ താഴേന്ന് എയർ പിടിക്കുന്നിടം വരെ ഈ വെള്ളം മൂവ് ചെയ്ത് താഴോട്ട് പോകുന്നത്. ഈ പ്രോസസ്സിനാണ് സൈഫണിങ് എന്ന് പറയുന്നത്. അപ്പം സൈഫണിങ്ങിന്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്താന്ന് വെച്ചാൽ, ഒരു പ്രാവശ്യം പൈപ്പ് ഫുൾ ആണെങ്കിൽ ഒരു ഫുള്ളായി നിൽക്കുന്ന പൈപ്പിനെ ഒരെൻഡ് നമ്മൾ ഹൈറ്റിൽ ഒരു കണ്ടെയ്നറിൽ പിടിച്ച് താഴോട്ടുള്ള ഒരു ലെവൽ, അതായത് ഈ കണ്ടെയ്നറിന്റെ ബോട്ടം ലെവലിൽ നിന്നും താഴെ നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ ഈ ഫുൾ വെള്ളവും ആ പൈപ്പിൽ കൂടെ താഴോട്ട് പോകും. ഇതിന്റെ ഇടയ്ക്ക് ചിലപ്പോൾ ഈ പൈപ്പ് ആ കണ്ടെയ്നറിനെക്കാട്ടിലും ഹൈറ്റിൽ പോയിട്ടായിരിക്കും തിരിച്ചു വരുന്നത്. ബട്ട് ഇറ്റ് ഡസന്റ് മാറ്റർ, നേച്ചറിന്റെ ലോ ആണ്. ഈ വെള്ളം ഔട്ട്ലെറ്റ് ബോട്ടമിനെക്കാട്ടിലും താഴെ ആണെങ്കിൽ ഈ ഫുൾ വെള്ളം അതിലൂടെ സൈഫൺ ചെയ്ത് പോകും. അപ്പം ഈ ടെക്നോളജിയാണ് നമുക്ക്
സൈഫോണിക് ക്ലോസറ്റിനകത്ത് കാണാൻ പറ്റുന്നത്. സൈഫോണിക് ക്ലോസറ്റും മറ്റുള്ള ക്ലോസറ്റും തമ്മിൽ ഒരു വലിയ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, മറ്റുള്ള ക്ലോസറ്റിന് 3 to 4 ഇഞ്ചസിന്റെ അല്ലെങ്കിൽ 4 ഇഞ്ചിന്റെ പൈപ്പാണ് ത്രൂ ഔട്ട്. എസ്ട്രാപ്പ് ആണെങ്കിലും പി ട്രാപ്പ് ആണെങ്കിലും പൈപ്പിന്റെ സൈസ് ഒരു 4 ഇഞ്ച് കാണും. ഈ 4 ഇഞ്ച് പൈപ്പ് ആണെങ്കിൽ സൈഫോണിക്കിന്റെ പൈപ്പ് വെറും 2.5 ഇഞ്ച് പൈപ്പ് ആയിരിക്കും. അപ്പോൾ 2.5 ഇഞ്ച് പൈപ്പ് ആക്കുന്നത് എന്താന്ന് വെച്ചാൽ, പൈപ്പ് വലുതായി കഴിഞ്ഞാൽ അതിനകത്ത് എയർ കയറാനുള്ള ചാൻസസ് കൂടുതലാണ്, വിച്ച് മീൻസ് സൈഫണിങ് ഫെയിൽ ആയി പോകും. അപ്പോൾ സൈഫണിങ് ഫെയിൽ ആവാതിരിക്കാൻ അതിന്റെ ചാൻസസ് കുറയ്ക്കാൻ വേണ്ടിയാണ് സൈഫോണിക് ക്ലോസറ്റ്സിന്റെ ഫുൾ എയർ മൂവ്മെന്റ് ട്രാപ്സ് 2.5 ഇഞ്ചേ കാണത്തുള്ളൂ. വളരെ ചെറിയ ട്രാപ്പ് ആയിരിക്കും. ഇത് തന്നെ പല സെയിൽസ്മാൻമാരും സൈഫോണിക് എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടും ഈ പോയിന്റ് പറയാറുണ്ട്. അതായത് ചെറുതാ, എന്തെങ്കിലും കയറി ഉടക്കി ഇരുന്ന് കഴിഞ്ഞാൽ ഇത് ഉടക്കി ഇരുന്ന് പോകും. അപ്പം വലിയ ഹോളുള്ള ഒരെണ്ണം എടുത്തു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ബക്കറ്റ് വെച്ചെങ്കിലും ഒഴിച്ച് ഇത് ഫ്ലഷ് ചെയ്യാം, ഫ്ലഷ് വർക്ക് ചെയ്തില്ലെങ്കിൽ. ബട്ട് സൈഫോണിക് ക്ലോസറ്റും നമുക്ക് ഫ്ലഷ് വർക്ക് ചെയ്യുന്നില്ലെങ്കിലും നമുക്ക് ബക്കറ്റ് വെച്ച് വെള്ളം ഒഴിച്ച് ഇത് ക്ലീൻ ചെയ്യാവുന്നതാണ്. ഈ പ്രോസസ്സ് പക്ക അതിനകത്തും വർക്ക് ചെയ്യും. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം ഈ സൈഫണിങ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന്. അപ്പോൾ ഇതൊരു സൈഫോണിക് ക്ലോസറ്റാണ് ഞാൻ വരച്ചത്. നിങ്ങൾക്ക് ഓർമ്മ കാണും, ഒരു എസ്ട്രാപ്പ് വരച്ചപ്പോൾ ഞാൻ വളരെ സിമ്പിളായിട്ടാണ് എസ്ട്രാപ്പ് വരച്ചത്. ഒന്നുകൂടെ വരച്ച് കാണിക്കാം. ഒരു എസ്ട്രാപ്പ് ക്ലോസറ്റ് ഇപ്പോൾ സപ്പോസ് ഇത് ഫ്ലോർ ലെവൽ ആണെങ്കിൽ എസ്ട്രാപ്പ് ഇത്രയേ ഉള്ളൂ. പക്ഷേ നമ്മളൊരു സൈഫോണിക് വരച്ചപ്പം ഇത്രയും സിമ്പിൾ അല്ല. ഇത് ഒരു കോണ്ടൂർ ചെയ്ത് ഒരു പ്രത്യേക ഷേപ്പിലാണ് ഇത് താഴോട്ട് വരുന്നത്. ഇനി നമുക്ക് നോക്കാം ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന്. സൈഫോണിക് ക്ലോസറ്റിനകത്ത് എപ്പോഴും ബൈ ഡീഫോൾട്ട് ഈ ഒരു ലെവലിൽ വെള്ളം കിടക്കും, വിച്ച് മീൻസ് നോർമൽ ക്ലോസറ്റിനകത്ത് ഹോൾഡ് ചെയ്യുന്നതിനെക്കാട്ടിലും സ്വല്പം കൂടുതൽ വെള്ളം സൈഫോണിക് ക്ലോസറ്റ്സ് ഹോൾഡ് ചെയ്യും. അപ്പോൾ ഞാൻ ആ ബ്ലൂ ലൈൻ വെച്ച് വരച്ചേക്കുന്നത് ഇതിൻ്റെ നോർമൽ ഹോൾഡിംഗ് പോയിന്റ് ആണ്. ഇനി എല്ലാ ക്ലോസറ്റിനെ പോലെയും ഇൻഗ്രസും ഈഗ്രസും ഉണ്ട്. ടാങ്കിനകത്തു നിന്ന് വെള്ളം ബേസിനകത്തോട്ട് വരുന്നു. അപ്പോൾ ഇവിടെ ഇതിനകത്ത് റിം വരയ്ക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഞാൻ ആ റിം വരയ്ക്കാം. ടാങ്കിനകത്തു നിന്ന് വരുന്ന വെള്ളം ഇവിടുന്നാണ് റിമ്മിലേക്കും വരും. അതേപോലെ ഈ ടാങ്കിന്റെ ഒരു പാർട്ട് നേരെ ബേസിനിലോട്ടും പോകും. ഇതാണ് ബേസിക് ഇൻഗ്രസ് പാർട്ട്. അപ്പം ഇൻഗ്രസിനകത്ത് മറ്റുള്ള ക്ലോസറ്റിനകത്ത് നേരിട്ട് റിം വഴി 100% ബേസിനിലോട്ട് വരുമ്പം ഇവിടെ ഉള്ള ഡിഫറൻസ് എന്ന് വെച്ചാൽ, ബേസിനകത്തോട്ട് ഒരു ആരോ വരുന്നുണ്ട്, പക്ഷെ ഒരു ആരോ അതിന്റെ റിമ്മിനകത്തും മൂവ് ചെയ്യുന്നുണ്ട്. ഈ റിമ്മിനകത്ത് എങ്ങും ഹോളില്ല. ഹോളിനകത്തുനിന്ന് വരുന്നുണ്ട്, പക്ഷെ ഹോളിൽ നിന്ന് വീഴാനുള്ളതിനെക്കാട്ടിലും കൂടുതൽ വോളിയം വെള്ളമാണ് ഈ റിമ്മിനകത്തോട്ട് ചെല്ലുന്നത്. അപ്പം ഒരു മൂവ്മെന്റ് റിമ്മിനകത്ത്, അതായത് ബേസിനകത്ത് ഒരു മൂവ്മെന്റ് വെള്ളത്തിന്റെ നടക്കുമ്പം ഇതിന്റെ പാരലായിട്ട് തന്നെ ഒരു മൂവ്മെന്റ് ഈ റിമ്മിനകത്ത്, നമ്മുടെ കണ്ണ് കാണാത്തടുത്ത് അകത്തുനിന്ന് ഒരു മൂവ്മെന്റും വെള്ളത്തിന്റെ നടക്കുന്നുണ്ട്. ഈ പാർട്ടാണ് പലയിടത്തും നമുക്ക് മനസ്സിലാകാൻ പറ്റാത്തത്. അല്ലെങ്കിൽ പലരും സൈഫോണിക് എന്തുവാന്ന് പറയുമ്പം നമുക്ക് പറഞ്ഞു തരാൻ ഫെയിലായി പോകുന്ന ഒരു പോയിന്റ് ഇതാണ്. സോ നോർമൽ ക്ലോസറ്റ്, ഇപ്പോൾ ഈ ക്ലോസറ്റ് ആണ് ഒരു എസ്ട്രാപ്പ് ക്ലോസറ്റ് ഞാൻ ഇവിടെ വരച്ചതിനകത്ത് 100% വെള്ളം റിമ്മിനകത്ത് പോകുന്ന വെള്ളം നേരെ ബേസിനകത്തോട്ടാണ് വീഴുന്നത്. പക്ഷേ സൈഫോണിക്കിനകത്ത് റിമ്മിനകത്ത് പോകുന്ന വെള്ളം ബേസിനകത്തോട്ടും വരും. അതിൻ്റെ ഒരു പാർട്ട് റിമ്മിൻ്റെ ഉള്ളിൽ തന്നെ മൂവ് ചെയ്ത് താഴേന്ന്, അതായത് ഇവിടെ ഇപ്പോൾ ഫ്ലഷിംഗ് പോയിന്റ് ഇതാണെങ്കിൽ ഫ്ലഷിംഗ് പോയിന്റ് നേരെ ഓപ്പോസിറ്റ് ഒരു ഔട്ട്ലെറ്റ് ഉണ്ട്. വളരെ ചെറിയൊരു ദ്വാരമാണ്, ഒരു സെന്റിമീറ്റർ ഡയമീറ്റർ ഉള്ള ഒരു ദ്വാരമാണ്. ആ ദ്വാരത്തിൽ കൂടെയും വെള്ളത്തിൻ്റെ ഒരു പാർട്ട് പുറത്തോട്ട് വരും. ഈ ഒരു പാർട്ടിനാണ് പറയുന്നത് സൈഫൺ ജെറ്റ്. അതായത് ഇവിടുന്നാണ് നമുക്ക് ഈ സൈഫോണിക് എന്ന് പറയുന്ന വേർഡ് നമുക്ക് കിട്ടുന്ന ഈ ഒരു പോയിന്റിൽ നിന്നാണ് സൈഫൺ ജെറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഈ പോയിന്റിൽ നിന്ന് ഒരു വെള്ളം വരും. അപ്പോൾ പലർക്കും മനസ്സിലാവത്തില്ല ഈ വെള്ളം എവിടെ നിന്നാണ് വരുന്നത്. അതായത് നമ്മൾ സൈഫോണിക് ക്ലോസറ്റ് കണ്ടവർക്ക് എല്ലാവർക്കും അറിയാം, പുറത്തോട്ട് പോകുന്ന ഒരു ഹോളും കാണും, ബിന്നിനകത്ത് അതിന്റെ ഓപ്പോസിറ്റ് തന്നെ ഒരു കുഞ്ഞൊരു ഹോളും കൂടെ കാണും. അപ്പോൾ ഈ ഹോളിനകത്ത് വെള്ളം വരുന്നത് റിമ്മിനകത്തുള്ള മൂവ്മെന്റിൽ കൂടാണ് വരുന്നത്. അപ്പോൾ നമുക്കിവിടെ 2 വാട്ടർ മൂവ്മെന്റ് ഉണ്ട്. ബേസിനകത്ത് ഒരു ചുഴലി പോലെ ഒരു മൂവ്മെന്റും ഉണ്ട്. റിമ്മിനകത്തൂടെ സ്ട്രെയിറ്റ് ആയിട്ട് ഒരു വെള്ളം നല്ല ഫോഴ്സിൽ കർവ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം ഇതിനകത്ത് വെള്ളത്തിന്റെ ലെവൽ ഇതാണ്. ഞാനത് സ്ട്രോങ് ആയിട്ട് അങ്ങ് വരയ്ക്കാം. ഇതാണ് വാട്ടറിന്റെ ലെവൽ. ഇനി നമ്മൾ തിരിച്ച് പാസ്റ്റിലേക്ക് പോവാം. പെട്രോൾ ടാങ്കിനകത്ത് സൈഫൺ പൈപ്പ് ഇട്ടിട്ട് വലിച്ചെടുക്കുമ്പോൾ ഒരു പോയിന്റ് കഴിഞ്ഞാൽ, അതായത് ഈ വെള്ളം മേളിലോട്ട് പോയിട്ട് താഴോട്ട് വന്ന് ഏകദേശം പകുതിയായി കഴിയുമ്പോഴത്തേക്ക് നമുക്കറിയാം ഇനി നമ്മൾ വായിൽ ഇത് മാറ്റിയാലും ആ വെള്ളം വന്ന് ഇതിനകത്തോട്ട് പോകും. ആദ്യത്തെ പ്രാവശ്യം സൈഫൺ ചെയ്യുമ്പോൾ ഒട്ടുമിക്ക അല്ലെങ്കിൽ 99% ആൾക്കാരും ആ പെട്രോൾ കുടിക്കും, അല്ലെങ്കിൽ വായിക്കാത്തെങ്കിലും പെട്രോളോ കെറോസിനോ വായിൽ വരും. പക്ഷേ എക്സ്പീരിയൻസ് ഉള്ളവർ, ഒരു വർക്ക്ഷോപ്പിൽ വർക്ക് ചെയ്യുന്നവരുടെ വായിലോട്ട് പെട്രോളോ കെറോസിനോ വരത്തില്ല. കാരണം അത് അവർ ചെയ്ത് അവർക്ക് ശീലമാകുമ്പോൾ അവർക്കറിയാം ഒരു ടിപ്പിംഗ് പോയിന്റ് ഉണ്ട്. ആ ടിപ്പിംഗ് പോയിന്റ് കഴിഞ്ഞാൽ പിന്നെ വായിൽ നിന്ന് മാറ്റി താഴോട്ട് പിടിച്ചാലും ആ ഫോഴ്സിൽ വെള്ളം താഴോട്ട് പോകും. അപ്പോൾ ആ ടിപ്പിംഗ് പോയിന്റ് സൈഫോണിക് ക്ലോസറ്റിനകത്ത് ഈ പോയിന്റ് ആണ്. അപ്പം ഞാൻ ഇവിടെ ഇത് വരയ്ക്കാം, ഡോട്ടഡ് ലൈൻ വരയ്ക്കാം. ഇതാണ് സൈഫോണിക് ക്ലോസറ്റിന്റെ
ടിപ്പിംഗ് പോയിന്റ്. ഈ ടിപ്പിംഗ് പോയിന്റിൽ വെള്ളം വന്നു കഴിഞ്ഞാൽ സൈഫൺ സ്റ്റാർട്ട് ചെയ്യും. ഈ പോകുന്ന വെള്ളം ഈ ലോങ് ട്രാപ്പിനകത്ത്, അല്ലെങ്കിൽ ഇത് ഷോർട്ട് ട്രാപ്പാണ്, ഈ ലോങ് ട്രാപ്പിനകത്തൂടെ ഒരു പ്രാവശ്യം ടിപ്പിംഗ് പോയിന്റിൽ വെള്ളം കഴിഞ്ഞാൽ പിന്നെ ഇതൊരു വാക്യൂം ക്ലീനർ പോലെ വർക്ക് ചെയ്യും. ഇതിനകത്തുള്ള മുഴുവൻ വെള്ളവും വേസ്റ്റും ഇത് പിടിച്ചെടുക്കും. പിടിച്ചെടുത്ത് കഴിഞ്ഞിട്ട് ഇത് ഫുൾ ഈ ബേസിൻ അങ്ങ് ക്ലീൻ ആവും. അതായത് ഇതിനകത്ത് കിടക്കുന്ന 100% വെള്ളവും ഇത് സൈഫൺ ചെയ്ത് വാക്യൂം ചെയ്ത് അങ്ങ് എടുക്കും. എടുത്തു കഴിയുമ്പോഴത്തേക്ക് ഈ റിമ്മിനകത്ത് കുറച്ച് വെള്ളം ബാക്കി കാണും, ഒരു 1/2 ലിറ്റർ 3/4 ലിറ്റർ വെള്ളം ബാക്കി കാണും. അത് ഈ സൈഫൺ ജെറ്റി കൂടെ വരും. പക്ഷെ അപ്പോഴത്തേക്ക് ഈ വാക്യൂം എഫക്റ്റ് തീർന്നിട്ടുണ്ടാവും. ഈ വെള്ളത്തിന് തിരിച്ച് ഈ ടിപ്പിംഗ് പോയിന്റ് കഴിഞ്ഞ് പോകാൻ പറ്റില്ല. അപ്പോൾ ഈ വെള്ളം എന്ത് ചെയ്യും, ഇവിടെ തിരിച്ച് ഈ ബ്ലൂ ലൈൻ വരച്ച് അതേ ലെവലിൽ വന്ന് ഈ വെള്ളം അങ്ങ് നിൽക്കും. നെക്സ്റ്റ് ടൈം ഫ്ലഷ് ചെയ്യുമ്പോഴും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. ഇവിടുന്ന് വരുന്ന വെള്ളം ഈ സൈഫൺ ജെറ്റ് ഇവിടുന്ന് ഒരു പ്രഷർ ഉണ്ടാക്കി ഈ വെള്ളത്തിന് ടിപ്പിംഗ് പോയിന്റിൽ എത്തിക്കും. ടിപ്പിംഗ് പോയിന്റിൽ എത്തി കഴിഞ്ഞിട്ട് ആ വാക്യൂം ക്രിയേറ്റ് ചെയ്യും. വാക്യൂം ക്രിയേറ്റ് ചെയ്യുന്ന വാക്യൂം ഈ ഫുൾ വെള്ളം വേസ്റ്റും എടുത്ത് താഴോട്ട് പോകും. അവസാനത്തെ ഒരു 3/4 ലിറ്റർ വെള്ളം സൈഫൺ പോയിന്റിൽ നിന്ന് തിരിച്ച് വന്ന് ഇതിനകത്ത് കയറി നിൽക്കും. സോ ഇതാണ് സൈഫൺ അല്ലെങ്കിൽ സൈഫോണിക് ക്ലോസറ്റിന്റെ ബേസിക് വർക്കിംഗ് പ്രിൻസിപ്പിൾ. സോ ഐ ഹോപ്പ് സൈഫോണിക് ക്ലോസറ്റ് എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് ചെറിയ ഐഡിയ എങ്കിലും ഇപ്പം കിട്ടിയിട്ടുണ്ടാവും. ഇൻ കേസ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ കുറച്ചുകൂടെ ബെറ്റർ സ്കീമാറ്റിക്സ്, കുറച്ചുകൂടെ വലിയ ഡ്രോയിങ് ചെയ്തിട്ട് ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതല്ല, ടെക്നോളജി ഈസ് ദെയർ. നമ്മളായിട്ട് ടെക്നോളജിക്കകത്ത് ഒരു മാറ്റവും വരുത്താൻ പറ്റത്തില്ല. ആസ് എ കസ്റ്റമർ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ സൈഫോണിക് നമുക്ക് വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കണം. അപ്പം ഈ വീഡിയോ ആയതുകൊണ്ടും ഞാനൊരു സാനിറ്ററി വെയർ ഡീലർ ആയതുകൊണ്ട് ഞാൻ ടെക്നോളജി പറഞ്ഞു തന്നു. ബട്ട് ആസ് എ കസ്റ്റമർ നമ്മൾ അറിയേണ്ട 2-3 കാര്യം എന്താണെന്ന് വെച്ചാൽ, നോർമൽ ഒരു ക്ലോസറ്റ്, ഇനി അത് ഓപ്പൺ റിം ആണെങ്കിലും ഹോൾ റിം ആണെങ്കിലും ടൊർണാഡോ ഫ്ലഷിംഗ് ആണെങ്കിലും 6 to 8 ലിറ്റേഴ്സ് വെള്ളമാണ് ഒരു ഫ്ലഷിംഗിൽ കൺസ്യൂം ചെയ്യുന്നത്. 6 മുതൽ 8 ലിറ്റർ വെള്ളം ഒരു ടോയ്ലറ്റ് കൺസ്യൂം ചെയ്യും എവറി സിംഗിൾ ഫുൾ ഫ്ലഷിൽ. പക്ഷെ ഒരു സൈഫോണിക് ക്ലോസറ്റ് കൺസ്യൂം ചെയ്യുന്നത് 3 മുതൽ 4 ലിറ്റർ വെള്ളമാണ് സൈഫോണിക് ഫ്ലഷിംഗ് ഒരു ഇതിനകത്ത് വർക്ക് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നേച്ചറിന്റെ ഒരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സൈഫണിങ് ഫംഗ്ഷൻ ഇതിനകത്ത് ഇൻകോർപ്പറേറ്റ് ചെയ്തുകൊണ്ട് ഒരു എഞ്ചിനീയറിംഗിന്റെ ഒരു പീസ് ഇതിനകത്ത് ഇട്ടുകൊണ്ടാണ് നമുക്ക് വെള്ളത്തിന്റെ എമൗണ്ട് ഓൾമോസ്റ്റ് 40% നമുക്ക് ലെസ് കൺസംഷൻ ആണുള്ളത്. നമുക്കറിയാം വെള്ളത്തിന്റെ വാല്യൂ എന്തുവാണ്, നമ്മളിപ്പോൾ അറിഞ്ഞു തുടങ്ങി. ഇനിയും മുമ്പോട്ട് പോകും തോറും വെള്ളത്തിന് വാല്യൂ കൂടി വരും, വെള്ളത്തിന്റെ ഷോർട്ടേജും കൂടും. നമുക്കറിയാം സം പോയിന്റ് വെള്ളം നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഭാഗമായിട്ട് മാറും. അത് പക്ഷേ ഉടനെ ഉണ്ടാവത്തില്ല, പക്ഷേ വളരെ അധികം താമസം ഇല്ല അങ്ങനെ ഒരു സമയം വരാൻ. സോ അതുകൊണ്ട് നമ്മൾ ഇന്നേ വെള്ളത്തിനെ കുറിച്ച്, വെള്ളം കൺസർവ് ചെയ്യാനും വെള്ളത്തിനെ സൂക്ഷിച്ച് ഉപയോഗിക്കാനുള്ള ഒരു പ്രതിബദ്ധതയായിട്ട് നടക്കുന്ന ഒരു സമൂഹമാണെങ്കിൽ നമ്മൾ സൈഫോണിക് ക്ലോസറ്റ്സ് ആക്സെപ്റ്റ് ചെയ്യണം. പിന്നെ സൈഫോണിക് ക്ലോസറ്റിന്റെ ഡിഫക്റ്റ് എന്തുവാന്ന് വെച്ചാൽ ഇതിനകത്ത് പൈപ്സിന്റെ വളരെ ചെറിയ സൈസാണ്. ഞാൻ പറഞ്ഞു 4 ഇഞ്ച് പൈപ്പിനെ പോലെ ഫോർഗീവിംഗ് അല്ല, ഇത് ഒരു 2.5 ഇഞ്ച് പൈപ്പാണ്. പിന്നെ ഇത് സൈഫണിങ് ഫംഗ്ഷനാണ്. സൈഫണിങ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ആ പൈപ്പ് പക്ക ക്ലീൻ ആയിരിക്കണം. അപ്പം അതിലേക്ക് നമ്മൾ ടിഷ്യൂ പേപ്പർ വലിച്ചിട്ട് അല്ലെങ്കിൽ സാനിറ്ററി പാഡ്സ് അതിനകത്തിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം ബാത്റൂമിനകത്ത് ഓപ്പൺ ചെയ്തിട്ട് അതിന്റെ കവർ ചുരുട്ടിക്കൂട്ടി അതിനകത്തോട്ടിട്ട് അത് എന്തു ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് ഈ നമുക്കറിയാം വാക്യൂമിനകത്ത് എയർ സക്ഷൻ ചെയ്യുമ്പോൾ വാക്യൂമിനകത്ത് ഏതെങ്കിലും ഒരു സൈഡ് പക്ക ക്ലോസ് ആയിരിക്കണം, എന്നാലേ വാക്യൂം ഫംഗ്ഷൻ നന്നായിട്ട് നടക്കത്തുള്ളൂ. എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ അതിനകത്ത് പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ ഇത് അതിന്റെ ഫംഗ്ഷനിങ്ങിനെ അഫക്റ്റ് ചെയ്യും. സോ നമ്മൾ കുറച്ച് കെയർഫുൾ ആയിട്ട് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് ഇത് വളരെ സൈലന്റ് ഫ്ലഷിംഗ് ആണ്, ഒട്ടും നോയ്സ് ഇല്ല സൈഫോണിക് ഫ്ലഷിങ്ങിനകത്ത്. പിന്നെ സെക്കൻഡ് വാട്ടർ കൺസർവ് ചെയ്യും. ഈ 2 ബെനിഫിറ്റ് ആണ് സൈഫോണിക് ക്ലോസറ്റിനുള്ള. അപ്പോൾ ആസ് എ ബയർ നമ്മൾ അത് മാത്രം നോക്കിയാൽ മതി. ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയാൻ ഇതിനകത്ത് ഇതാണ്, അറിയാതെ എന്തെങ്കിലും പാർട്ടിക്കൽസ് ഇതിനകത്ത് വീണ് അല്ലെങ്കിൽ നമ്മുടെ തന്നെ ചില ദുഷ്യങ്ങളാണ്. കാരണം ഒരു സാധനം അറിഞ്ഞുകൊണ്ട് അതിനകത്തോട്ട് പോകത്തില്ല, നമ്മൾ ഇട്ടാലേ അത് അതിനകത്തോട്ട് പോകത്തുള്ളൂ. അപ്പം തീർന്ന സോപ്പ് ചിലർക്ക് ഹാബിറ്റ് ഉണ്ട്, അത് ക്ലോസറ്റിനകത്ത് ഇട്ടങ്ങ് ഫ്ലഷ് ചെയ്ത് കളയുന്നത്. അപ്പം നമ്മൾ മനസ്സിലാക്കണം, വെള്ളത്തിന്റെ മേളിൽ നിന്ന് വരുന്ന പ്രഷർ കൊണ്ടല്ല ഇത് പോകുന്നത്, സൈഫണിങ് ഫംഗ്ഷൻ കൊണ്ടാണ് സൈഫോണിക് ക്ലോസറ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ സോപ്പ് ഈ ട്രാപ്പിനകത്ത് എവിടെയെങ്കിലും ഒട്ടിപ്പിടിച്ചിരുന്നാൽ പോകുന്ന വെള്ളത്തിന് അതൊരു തടസ്സമാവും. ആ വെള്ളത്തിന്റെ കൂടെ എയറും കൂടെ ഇത് കയറ്റും, സൈഫണിങ് ഫെയിൽ ആയി പോകും. സോ അതുകൊണ്ട് നമ്മൾ കുറച്ച് സൂക്ഷിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ സൈഫോണിക് ക്ലോസറ്റ്സ് വളരെ നല്ല ക്ലോസറ്റ്സ് ആണ്. പിന്നെ സൈഫോണിക് ക്ലോസറ്റ്സ് എപ്പോഴും എസ്ട്രാപ്പ് ആയിട്ട് വർക്ക് ചെയ്യത്തുള്ളൂ. വാൾ ഹാങ് ക്ലോസറ്റ്സിനകത്ത് സൈഫോണിക് ഫംഗ്ഷൻ വർക്ക് ചെയ്യത്തില്ല. സോ സൈഫോണിക് ക്ലോസറ്റ് ആണെങ്കിൽ അത് എസ്ട്രാപ്പ് ആയിരിക്കും. അതിന് 220 റഫിംഗ് ഉണ്ട്, 300 റഫിംഗ് ഉണ്ട്. സോ ഐ ഹോപ്പ് എല്ലാ വീഡിയോസും പോലെ ഈ വീഡിയോയും നല്ലൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിരുന്നു. നിങ്ങളത് സമ്മതിക്കുന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ഞെക്കി ഞങ്ങളെ അറിയിക്കുക, കമന്റ് ഇട്ട് ഞങ്ങളെ അറിയിക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. വളരെ ഫാസ്റ്റായിട്ട് ഞങ്ങൾ 4000 വ്യൂയിങ് അവേഴ്സിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. തന്ന സപ്പോർട്ടിന് വീണ്ടും ഒരു പ്രാവശ്യം ഞങ്ങൾ നന്ദി പ്രകടിപ്പിക്കുന്നു. ഞങ്ങളുടെ ഫുൾ ടീം അടുത്ത എപ്പിസോഡിൽ കാണാം. ഇതിനെക്കാട്ടിലും കൂടുതൽ ഇൻഫർമേഷൻ ആയിട്ട് CP സാനിറ്ററി വെയർ ഫ്രോം AV ടൈൽസ് ആൻഡ് സാനിറ്ററി കൊല്ലം.